ഹായ്, ഞാൻ അബില റഷീദ്. മലബാർ എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പർട്ടിക്കുലർ സീരീസ് ഞാൻ ചെയ്യുന്നത് വല്ല സ്പീഡ് പോകുന്ന ആൾക്കാർക്ക്, ലൈക്ക് തിരക്കുള്ള അമ്മമാർക്ക്, ആസ് വെൽ എസ് പ്രൊഫഷണൽസ്, പിന്നെ ഈ കുക്കിങ്ങിൻ്റെ ലോകത്തേക്ക് വരുന്ന ആൾക്കാർക്കും കൂടിയിട്ട് എളുപ്പത്തിലും വലിയ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് സീരീസ് ഉണ്ടാവും ഈ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിലേക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ. അത് നല്ല അപ്പത്തിൻ്റെ കൂടെ പോവും, പുട്ടിൻ്റെ കൂടെ പോവും, ബ്രെഡ്സിൻ്റെ കൂടെ പോവും, എല്ലാത്തിൻ്റെയും കൂടെ പോവും. അപ്പോൾ വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കുന്നതിലേക്ക് നോക്കാം. അങ്ങനെ വേഗം തീരാൻ വി വിൽ യൂസ് എ പ്രഷർ കുക്കർ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കാൻ പോണത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. അത് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇടാം. കുക്കറിൽ വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി വേഗം കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തത് വേഗം കുക്കറിലിടാം. പച്ചമുളക് നല്ലോണം ഒന്ന് സ്ലിറ്റ് ചെയ്തിടാം. ഇനി ഇത് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ആ ഉള്ളിയിലേക്ക് ഇടാം. അപ്പോഴത്തേക്ക് തിളയ്ക്കുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കാവും. ഇനി ഇതിലേക്ക് വേണ്ട ക്യാരറ്റ് നല്ലോണം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ക്യാരറ്റ് റെഡിയാക്കി അതിൻ്റെ ശേഷം ക്യാരറ്റ് ഒന്ന് ചങ്കായിട്ട് കട്ട് ചെയ്യാം. കുറച്ചൊരു തടി നിന്നോട്ടെ. ഈ ഷേപ്പ് എന്തായാലും കുഴപ്പമില്ല, അത് കുക്കാവണമെന്നല്ലോ. ഇത് സ്ക്വയർ ആണോ ക്യൂബാണോ വാട്ട് എവർ യുവർ ലൈക്കിങ്. ഒരുപാട് പച്ചക്കറി കഴിക്കാം, കാബ് കുറക്കാം. ഓക്കെ, ഇനി പൊട്ടാറ്റോസ് ഓൾറെഡി നല്ലോണം പീൽ ചെയ്ത് വെക്കുക. പൊട്ടാറ്റോ പീൽ ചെയ്തതിൻ്റെ ശേഷം അത് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്യുക. എന്താ വെച്ചാൽ ക്യാരറ്റിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് പൊട്ടാറ്റോ സ്ലൈസ് ചെയ്യാം. അതർവൈസ് ദിസ് വിൽ ടേക്ക് മോർ ടൈം ടു കുക്ക്. അപ്പോൾ ക്യാരറ്റ് വെന്തടിഞ്ഞു പോകും. ഈ കോളിഫ്ലവറില്ലേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ചങ്കായിട്ട് കട്ട് ചെയ്യാം. അല്ലാണ്ട് അത് ചെറുതാവുമ്പോൾ ക്യാരറ്റ് ആദ്യം കുക്കാവും. അപ്പോൾ കോളിഫ്ലവറിന് ടൈം വേണ്ട, കോളിഫ്ലവർ പെട്ടെന്ന് കുക്കാവും. അത് കാരണം കുറച്ച് വലുപ്പത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ തന്നെ കുക്കായിക്കോളും. അപ്പോൾ ജസ്റ്റ് ഗോസ് ഇൻ ദ കോളിഫ്ലവർ. അപ്പോൾ ഉള്ളിയായി, പച്ചമുളകായി, ഇഞ്ചിയായി, അതെല്ലാം അതിനെ ഫ്ലേവർ ചെയ്യാൻ. പിന്നെ എന്ത് പച്ചക്കറി പോയി, ക്യാരറ്റ് പോയി, ഉരുളക്കിഴങ്ങ് പോയി, ആൻഡ് ദെൻ ദ കോളിഫ്ലവർ. അപ്പോൾ അതെല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമായി. ഇനി അതിൽ പോകേണ്ടത് എന്താ? ഉപ്പ്. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. കല്ലുപ്പിട്ട് ഇമ്മീഡിയറ്റ്ലി കുക്കർ അടച്ചു വയ്ക്കുക. ഒരൊറ്റ വിസിൽ, ജസ്റ്റ് 1 വിസിൽ. ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനൊരു ചപ്പാത്തീൻ്റെ ഫോൾഡിങ് ടെക്നിക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോസിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, പുറകോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ചപ്പാത്തിയുടെ പൊടി ഉണ്ടാക്കണം എന്നുള്ളത്, പൂരി വിത്ത് വെളുത്താണം എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കേണ്ടത്, ഇതിൻ്റെ ബേസ് മാവ്. ഓക്കെ, അപ്പോൾ ഇത് വെറും ആട്ടയും ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് ആട്ട കുഴച്ചെടുക്കുക. ഓക്കെ, ഇനി ഇത് ഏത് ചപ്പാത്തിയും ലെയേഴ്സ് വരണമെങ്കിൽ ഉള്ളിലൊരു ഓയിൽ കോട്ടിങ് വേണം. യെസ്, ഇറ്റ്സ് ഡൺ. കീപ്പ് ഇറ്റ് ഫോർ 2 minutes. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്ന് മതി. ഇനി ആ പ്രഷർ ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റുള്ള കുക്കിംഗ് ആവും. 2 വിസിൽ വേണ്ട, 1 വിസിലേ വേണ്ടു കേട്ടോ. ഇനി അഥവാ ഓർമ്മയില്ലാണ്ട് 2 വിസിലായി പോയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് അലൗ ദ കുക്കർ ടു വെയിറ്റ്. വേഗം എന്ത് ചെയ്യുക, കുറച്ച് തണുത്ത വെള്ളം ബേസിനിൽ കൊണ്ടുപോയിട്ട് കുക്കറിൻ്റെ മേലെ ഒഴിക്കുക. അപ്പോൾ ആ സ്റ്റീം അങ്ങോട്ട് കോൾഡായിക്കോളും. അത് കോൾഡായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുക്കാവില്ല. നമുക്ക് കുറച്ച് നെയ്യ് പരട്ടാം. പാൻ ഓണാക്കി വെക്കുക സ്പീഡിന് വേണ്ടിയിട്ട്. പരത്തി വരുമ്പോഴത്തേക്ക് പാനും റെഡിയാവും. ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, മടക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട്. പൊറാട്ടയുടെ ഒരു വേറെ സ്റ്റൈല് അത്ര തന്നെ.
ഈ പൊറോട്ടയിൽ ഇങ്ങനെയൊക്കെ നല്ല നൂല് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൽ ഗ്ലൂട്ടൻ ഉണ്ട്. അത് പൊറോട്ടയുടെ മാവ് സ്ട്രെച്ച് ആവും. ഈ ഇതിൻ്റെ ഗോതമ്പത്തിൻ്റെ മാവ് സ്ട്രെച്ച് ആവില്ല. അപ്പോൾ അത് കാരണം ഗോതമ്പത്തിൻ്റെ ചപ്പാത്തി വീശിയെ ഒക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. അതാണ് ഗോതമ്പും മൈദയായിട്ടുള്ള വ്യത്യാസം. ഇതിന് ഒരു പേരിടാം, കോയിൻ ചപ്പാത്തി. മെയിൻലി ഇതെന്താണെന്നറിയോ? ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിക്കുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റിയർ ആയിരിക്കും, ഫ്ലേക്കി ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇനി ഒരു നല്ല ചൂടുള്ള പാനിലേക്ക് ഇടാം. ഒന്ന് മറിച്ചിടുക. We can use any cooking media of oil. ഇതിങ്ങനെ തിരിച്ച് കൊടുക്കുക. പൊറോട്ട ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതാവാൻ നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ യൂണിഫോമിറ്റി ഓഫ് കളർ വരും. കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക, ഒരു ലേശ ഗീ ആ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് യെസ്, ദ മലബാറി ആട്ട പറാട്ട റെഡി. നമുക്കിതൊന്ന് കടുക് വറുക്കണം. അതിനൊക്കെ ഒരു പാന് വെക്കുക. മീൻ വൈൽ കുക്കർ ഒന്ന് ചെക്ക് ചെയ്യുക. യെസ്, പ്രഷറൊക്കെ ഒന്ന് പോയി. ഇനി നമുക്ക് ഈ കുക്കർ തുറന്നിട്ട് നോക്കാം. പൊട്ടാറ്റോസും ക്യാരറ്റും ഒനിയനും എല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ വിസിൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യുക. ആ റെസ്റ്റിംഗ് ടൈമിൽ ഇത് വന്നോളും. ഞാൻ എപ്പോൾ കടുക് വറുക്കുമ്പോൾ ഇങ്ങനത്തെ കറീസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് നെയ്യ് കൊടുക്കും. ഒരു വേറെ തന്നെ ഫ്ലേവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ് മതി. ഒരു സ്പൂണ്, ഒരു ഫ്ലേവർ വരാൻ വേണം. ഓയിൽ ചൂടാകുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് കൊടുത്ത്, ഒരു സ്പൂണ് കടുകിട്ട് ആ കടുകിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതാണ് അതിനെ ടെമ്പർ ചെയ്യുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് വരണമെങ്കിലേ. ഇങ്ങനെ കഴിക്കാം. പക്ഷേ ദിസ് ഈസ് വാട്ട് ആഡ്സ് ഓൾ ദ ഫ്ലേവേഴ്സ് ഇൻ ടു ദ കറി. ഓക്കെ, അപ്പോൾ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞ്, എല്ലാ കടുകും പൊട്ടണം. കാത് വെച്ച് നല്ലോണം കേൾക്കുക. എല്ലാ കടുകും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മളെ കറിവേപ്പില, മുളക് ഇടുക. ആ കറി ലീവ്സ്, പിന്നെ നമ്മളെ മുളക്, കടുക് എല്ലാം പൊട്ടിയൊക്കെ റെഡിയായി. ഇതാണ് ഫ്ലേവർ ചെയ്യാൻ പോകുന്ന ആൾ. അതിനെ നമ്മൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ സാധാരണ കുറച്ച് കടുക് അവിടെ തന്നെ ഇരിക്കും. അതിൽ കുറച്ച് കറി ഒഴിക്കുക. തിരിച്ച് സിസിലിംഗ് ഹോട്ട്. ഓക്കെ, ഒന്നും കൂടി കുറച്ച് നല്ല ഫ്ലേവേഴ്സ് വേണം. കുറച്ചും കൂടിയും നല്ല ആ വെള്ളത്തിനൊരു ഫ്ലേവർ കൊടുക്കാൻ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ. അപ്പോൾ സാധാരണ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും പിയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ടെട്രാ പാക്കിൽ തേങ്ങാപ്പാൽ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ പാക്കറ്റ് തേങ്ങാപ്പാൽ ഇടുന്ന സമയത്ത് നമ്മൾ 2 പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് ആക്കിയാൽ മതി. എന്നാൽ ആ എരിവ് അവിടെ കറക്റ്റ് ആകുമ്പോൾ ആ സ്വീറ്റ്നെസ് കൺട്രോൾഡ് ആവും. തേങ്ങാപ്പാലിട്ടാൽ പിന്നെ അധികം കുക്ക് ചെയ്യാൻ പാടില്ല. ഇതാ ഞാൻ നല്ലോണം മല്ലിയില ഇടുന്നുണ്ട്. ഇത് മാത്രം മതി, മല്ലിയിലയും ഈ കറിയും മതി. ഇനിയും റിച്ചർ ആക്കണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഒന്ന് ഇളക്കി നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. എനിക്ക് ഷുവറാണ്. അതാ ഒന്ന് ബബിൾ ചെയ്താൽ മതി. ഡൺ. ദ വെജിറ്റബിൾ സ്റ്റ്യൂ ഇസ് ഓൾ റെഡി ടു ബി ഈറ്റൻ. ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റി. വളരെ കുറച്ച് നേരം കൊണ്ട് എല്ലാം കൂടി മുറിച്ചിട്ട് ഒരു അധികം പാത്രമൊന്നും വലിച്ചിട്ടിട്ടില്ല. വളരെ കുറച്ച് 1 2 കട്ടിംഗ് ബോർഡ് വേണം. അത്യാവശ്യം കടുക് ഇതൊക്കെ സാധാരണ പാത്രത്തിൽ ഉണ്ടാവുന്നല്ലോ. ഒരുപാട് വാഷിംഗ് ഇല്ല, ഒന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റ്യൂ റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പറാട്ട വിത്ത് സ്റ്റ്യൂ ആണ് നമ്മളുടെ ഇന്നത്തെ മെനു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ കമൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കുക. സോറി, ഞാൻ മലയാളം മാത്രം പറയുന്നില്ല എന്നുള്ള ഒരുപാട് കമൻസ് കാണുന്നുണ്ട്. ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് മലയാളം പറഞ്ഞ് പഠിച്ചത്. സോ പ്ലീസ് ഫോർഗിവ് മീ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. മലബാർ എക്സ്പ്രസ്സിൻ്റെ ഇനിയുള്ള റെസിപ്പീസൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്ന റെസിപ്പീസ് ആയിരിക്കും. പ്ലീസ് വാച്ച്. Until then, goodbye from Abida Rashid.